മരിച്ചുപോയ നിന്റെ അമ്മയുടെ വകയായത്. നിന്റെ കല്യാണത്തിനായി ഇതെല്ലാം അച്ഛനെ ഏൽപ്പിച്ചിട്ടാ അവൾ പോയത്. മകൾ ഇതൊന്ന് അണിഞ്ഞോളൂ, അച്ഛനൊന്ന് കാണട്ടെ. പുറപ്പെട്ടു കഴിഞ്ഞു ഇല്ലേ? എല്ലാവരെയും ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഈ നാട്ടിൽ കഴിയാൻ എനിക്കിനി പ്രയാസമുണ്ടമ്മേ. അപ്പോൾ ഉണ്ണി ഇനി കോവിലകത്തേക്ക് തിരിച്ചു വരില്ല? ഓ, ഉണ്ണിക്ക് പ്രായപൂർത്തിയായി, ആരോഗ്യവും വിദ്യാഭ്യാസവും ഉണ്ട്. എവിടെ പോയാലും ഉണ്ണിക്ക് ജീവിക്കാം. വയസ്സായ അമ്മയുടെയും അമ്മാവിന്റെയും ഭാരം ചുമക്കേണ്ട ചുമതല ഉണ്ണിക്കില്ല. ശാപം കിട്ടിയവരാണ് ഞങ്ങൾ. ഞങ്ങളെപ്പറ്റി ഉണ്ണി വിഷമിക്കണ്ട, ഉണ്ണി പൊയ്ക്കോളൂ. എന്നെങ്കിലും ഞാൻ മടങ്ങി വരും. വേണ്ടി വരില്ല, ഉണ്ണി ലേശം കൂടി ക്ഷമിച്ചാൽ മതി. ഇത്രയും നാൾ ഇവിടെ വളർന്നില്ലേ, കുറച്ചുകൂടി ക്ഷമിച്ചുകൂടെ ഉണ്ണി? ഈ കോവിലകം കത്തി എരിയുന്നത് കണ്ടിട്ട് ഉണ്ണി പോയാൽ മതി. നിന്റെ അമ്മയും അമ്മാവനും ഇന്ദുവും ആ തീയിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ട് എന്റെ ഉണ്ണി പോയാൽ മതി. പിന്നെ തിരിച്ചു വരേണ്ടി വരില്ല. നിന്റെ അച്ഛൻ മരിച്ചത് നിനക്ക് ഓർമ്മയില്ല. അന്ന് നീ ഒരു കൈക്കുഞ്ഞായിരുന്നു. നശിച്ചുപോയ ഒരു കോവിലകവും ഒരു കൈക്കുഞ്ഞിനെയും എനിക്ക് തന്നിട്ടാണ് നിന്റെ അച്ഛൻ പോയത്. അതിനുശേഷം നിന്റെ അമ്മാവൻ എന്നെയും നിന്നെയും ഇങ്ങോട്ട് കൊണ്ടുപോന്നു. പട്ടിണി കൊണ്ട് മരിച്ചു പോകേണ്ട നിന്നെ അദ്ദേഹം വളർത്തി പഠിപ്പിച്ച് മിടുക്കനാക്കി. അതിന്റെ നന്ദിയാണ് നീ കാണിക്കുന്നത്. നന്നായിരിക്കുന്നു ഉണ്ണി, നന്നായിരിക്കുന്നു. എന്റെ അമ്മേ, എന്റെ ബുദ്ധിമുട്ടുകൾ എന്തെന്ന് അമ്മ അറിയുന്നില്ല. ഞങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ? കല്യാണപ്പന്തൽ ഒരുക്കി കഴിഞ്ഞു. ക്ഷണിക്കേണ്ടവരെയൊക്കെ ക്ഷണിക്കുകയും ചെയ്തു. അവരെല്ലാം ഇവിടെ വരുമ്പോൾ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കണോ മോനെ? ശ്രീവാഴും കോവിലകം എന്നൊരു കോവിലകം പിന്നെ ഇവിടെ ആവശ്യമുണ്ടോ? അമ്പലപ്പറമ്പ് തീരെഴുതി കൊടുത്തു പോലും അഭിമാനം രക്ഷിക്കാൻ ശ്രമിക്കുന്ന നിന്റെ അമ്മാവനെ നീ ഇങ്ങനെ തന്നെ സഹായിക്കണം മോനെ, ഇങ്ങനെ തന്നെ സഹായിക്കണം. മോൻ പൊയ്ക്കോളൂ. നാളെ ഇതെല്ലാം കത്തി തീർന്നതിന് ശേഷം മോൻ പൊയ്ക്കോളൂ. എന്നെ നിങ്ങൾ കൊല്ലാതെ അടങ്ങുകയില്ലേ അല്ലേ അമ്മേ? എന്റെ മോൻ ഒരു ആപത്തും ഉണ്ടാവില്ല. മോൻ സുഖമായി പൊയ്ക്കോളൂ. പക്ഷേ ഈ കോവിലകത്തിന് തീ കൊളുത്തിയിട്ടേ പോകാവൂ. ഇല്ലമ്മേ, ഞാൻ പോകുന്നില്ല. എന്റെ അമ്മയ്ക്കും അമ്മാവനും ഈ കോവിലകത്തിന്റെ അന്തസ്സിനും വേണ്ടി ഞാൻ ഇന്ദുവിനെ വിവാഹം ചെയ്യാം. മോനെ, എന്റെ പൊന്നു മോനെ. ഇന്ദുവിനെ ഞാൻ വിവാഹം ചെയ്യാമോ? എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി.